ഫിഖ് പാർട്ട് 80 അൽ അദാനു ലിഗൈരി സ്വലാ, നിസ്കാരം അല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയുള്ള വാങ്കുവിളി. അടിസ്ഥാനപരമായി നിസ്കാരത്തിന് വേണ്ടിയാണ് വാങ്ക് സുന്നത്താക്കപ്പെട്ടതെങ്കിലും മറ്റു ചില സന്ദർഭങ്ങളിലും വാങ്ക് സുന്നത്തുണ്ട്. ചിലപ്പോൾ ഇഖാമത്തും സുന്നത്താകും. യുസന്നുൽ അദാനു ഫി ഉദുനിൽ മഹ്മൂമി, ദുഃഖിതന്റെ ചെവിയിൽ വാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടും. ടെൻഷൻ അടിച്ച് ആശങ്കാകുലനായി വ്യാകുലതപ്പെട്ടിരിക്കുന്ന ഒരാളെ ചെവിയിൽ വാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമമാണ് അവൻ്റെ ചെവിയിൽ അലയടിക്കുന്നത്. ഷഹാദത്തു കലിമകൾ രണ്ടും അയാളെ മനസ്സിലേക്ക് ചെല്ലുന്നു. അത് അയാളെ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും ഉണ്ടാക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലുക വഴി തന്നെ പൈശാചികമായ അയാളുടെ മാനസിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. അങ്ങനെ മനസ്സിന് ഉന്മേഷം തരും. വൽ മസ്റൂഅ്, അപസ്മാര രോഗം പോലെയുള്ള രോഗത്തിന് വിധേയനായി തള്ളിയിടപ്പെട്ട ആൾക്കാരുണ്ടാവും, നിലത്ത് വീണു പോകുന്ന ആളുകൾ. അങ്ങനെ നിലത്ത് കിടന്ന് ഗോഷ്ഠി കാണിക്കുന്ന ആൾക്കാർ ചെവിയിലും വാങ്ക് വിളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. വൽ വൽബാൻ, ദേഷ്യം പിടിച്ചിരിക്കുന്നവൻ. ശക്തമായ ദേഷ്യം പിടിക്കുമ്പോൾ അയാൾ കേൾക്കാവുന്ന ശബ്ദത്തിൽ അയാൾ അടുത്ത് വെച്ച് വാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സുന്ദരമായ ആ വചനങ്ങളുടെ അനുരണനങ്ങൾ അയാളെ മനസ്സിനെ സ്വാധീനിക്കും. ദേഷ്യം പതുക്കെ നീങ്ങിക്കിട്ടും. മനസ്സിന് സമാധാനവും ശാന്തിയും വരും. വമൻ സാഅ ഖുലുഖുഹു മിൻ ഇൻസാനിൻ ഔ ബഹീമത്തിൻ, മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു ജീവജാലം അവയുടെ സ്വഭാവം മോശമാകുന്ന സമയത്തും വാങ്ക് വിളിക്കാം. പശു വെകിളിയെടുത്ത് ഓടുന്ന സമയത്ത്, അങ്ങനെ ആന അലറുന്ന സമയം, ആന ഈ മതമളകുന്ന സമയം, മനുഷ്യന്റെ ദുസ്വഭാവം, ഈ സമയത്തൊക്കെ വാങ്ക് വിളിക്കുമ്പോൾ ആ വാങ്കിന്റെ ആലയൊലികളിൽ ഇയാളുടെ സ്വഭാവത്തെ നന്നാക്കാനുള്ള അല്ലെങ്കിൽ ആ ജീവിയെ നിയന്ത്രിക്കാനുള്ള വലിയ ആത്മീയ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവ ദൂഷ്യമുണ്ടാകുമ്പോൾ വാങ്ക് വിളിക്കൽ സുന്നത്താണെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. വഇൻദൽ ഹരീഖി, തീപിടുത്തം ഉണ്ടാകുമ്പോഴും ഫയർഫോഴ്സ് വേണം. അത് ഭൗതികമായ ചികിത്സാ മാർഗമാണ്. എന്നാൽ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഈ തീജ്വാലയെ പിടിച്ചു നിർത്താൻ ഈ വചനങ്ങൾക്ക് കഴിയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവല്ലേ ഏറ്റവും വലിയവൻ. പിന്നെ ഈ തീക്കെന്ത് പ്രസക്തി? തീക്ക് കരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ. യാ നാറുകൂനി ബർദും വസ്സലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞവൻ അല്ലാഹുവല്ലേ. അതുകൊണ്ട് തന്നെ തീ കത്തിച്ചൊലിക്കുന്ന സമയത്ത്, തീപിടുത്തത്തിന്റെ സമയത്ത് ആത്മാർത്ഥമായി കൂട്ട വാങ്കുവിളി നടത്തിയാൽ അവിടെ തീപിടുത്തം ശമിക്കും. പരീക്ഷിച്ചു നോക്കണം. പക്ഷെ ലോകത്തിൽ നിന്ന് ആരും അത് പരീക്ഷിച്ചിട്ടില്ല. ഫയർഫോഴ്സിന് വിളിക്കും. ഫയർഫോഴ്സ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, തീയും ഒരു സൃഷ്ടിയാണ്. ഒരുപക്ഷെ ഫയർഫോഴ്സ് പരാജയപ്പെടുമ്പോൾ അവിടെയായിരിക്കും അള്ളാഹുവിന്റെ വചനങ്ങൾ വിജയിക്കുക. വഇൻദ തഗവ്വുലിൽ ഗീലാൻ, പിശാചുക്കളുടെ കോപ്രായങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ചില സ്ഥലങ്ങളിലൊക്കെ പിശാചിന്റെ സമ്മർദ്ദവും ശല്യം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കും. ജിന്നുകളും ശൈത്താന്മാരും ഒക്കെ മനുഷ്യനെ ശല്യപ്പെടുത്തുന്ന ചില മേഖലകളുണ്ട്. അങ്ങനെ പൈശാചികമായ വല്ല പ്രേതബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വാങ്ക് വിളിച്ചാൽ ആ വാങ്കിന്റെ പവർ കൊണ്ട് പിശാചിന്റെ ശല്യം കുറയും. ഇങ്ങനെ നിരവധി സമയങ്ങളിൽ വാങ്ക് സുന്നത്താണെങ്കിൽ വയുസന്നുൽ അദാനു വൽ ഇഖാമത്തു ഫി ഉദ്നയിൽ മൗലൂദി, നവജാത ശിശുവിന്റെ രണ്ട് ചെവികളിൽ വാങ്കും ഇഖാമത്തും സുന്നത്താണ്. വലത്തെ ചെവിയിൽ വാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും സുന്നത്താണ്. ആ നവജാത ശിശു ആദ്യമായി കേൾക്കേണ്ടത് അള്ളാഹുവിന്റെ വചനങ്ങളാവട്ടെ, നിസ്കാരത്തിലേക്കുള്ള ക്ഷണവുമാകട്ടെ,
അങ്ങനെ ആദ്യമായി ആ കുട്ടിയുടെ ചെവിയിൽ ദുനിയാവിൽ വെച്ച് കേൾക്കുന്ന ശബ്ദം ഈ സുന്ദരമായ മന്ത്രങ്ങളാകുമ്പോൾ അത് കുട്ടിയുടെ വളർച്ചയെ ആത്മീയമായി വളരെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ്. പിശാചിൽ നിന്ന് കുട്ടി മോചിതനാവാനും ഇത് വലിയ കാരണമായി തീരും. ഹൽഫൽ മുസാഫിരി, യാത്രക്കാരന്റെ പുറകിലും, യാത്ര വാഹനം പുറപ്പെട്ട ഉടനെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് യാത്രക്കാരൻ ഇറങ്ങിയ ഉടനെ ആ വീട്ടിൽ വെച്ച് ബാങ്ക് വിളിക്കുന്നുവെങ്കിൽ ആ യാത്രക്കാരന്റെ യാത്ര സുരക്ഷിതമായിരിക്കും. ഇങ്ങനെ നിരവധി സമയങ്ങളിൽ ബാങ്കും, ചിലപ്പോഴൊക്കെ ബാങ്കും ഇഖാമത്തും നിസ്കാരത്തിനല്ലാതെ സുന്നത്തുണ്ട്. ഈ സുന്നത്ത് സമൂഹത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.